അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പുഴുങ്ങിയ പഴം വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും ചെയ്യും. പഴമൊക്കെ നമ്മളോട് പുഴുങ്ങിയ പഴമൊക്കെ രാവിലെയൊക്കെ നമ്മൾ പഴം പുഴുങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ കളയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതേമാതിരത്തെ സ്നാക്സ് ആക്കിയിട്ട് മക്കൾക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഴം പുഴുങ്ങിയതൊക്കെ കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിലും ഇതേപോലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പോലെ ആസ്വദിച്ച് കഴിക്കട്ടെ അവർ. അപ്പോൾ ഇന്ന് രാവിലെ വീട്ടിൽ പുഴുങ്ങിയതായിരുന്നു പഴം. അപ്പോൾ മക്കൾക്കൊന്നും പഴം പുഴുങ്ങിയത് വേണ്ട. അപ്പോൾ അത് ഞാൻ വൈകുന്നേരം ഈവനിങ് സ്നാക്സ് ആക്കിയിട്ട് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ മക്കൾ തന്നെ അത് വന്നിട്ട് നല്ലോണം ടേസ്റ്റോടെ കഴിക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഫസ്റ്റ് തന്നെ ഒരു ലൈക്കും കൂടി തന്ന് എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇതാ ഞാനിത് രാവിലെ പുഴുങ്ങി വെച്ചിട്ടുള്ള പഴമാണ് കേട്ടോ. അപ്പോൾ അത് ആണ് എടുത്തിട്ടുള്ളത്. ഒരു 3 പഴത്തോളം ഉണ്ട് കേട്ടോ ബാക്കി വന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുന്തിരി വേണമെന്ന് അണ്ടിപ്പരിപ്പും മുന്തിരിയും വേറെ നട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ചേർക്കാം. നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ചേർത്തെടുത്താൽ മതി. അതിന് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലോണം ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് പഴം. എന്നിട്ട് അതിൽ ആരുകളൊക്കെ ഇല്ല, കറുത്ത മണി സാധനം അതൊക്കെ ഒന്ന് ഞാൻ എടുത്ത് മാറ്റാണ് കേട്ടോ. മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒന്ന് എടുത്ത് മാറ്റിയെന്നേ ഉള്ളൂ. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഈ അണ്ടിപ്പരിപ്പ് ആദ്യം ഒന്ന് ഞാൻ നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട്. ഇവിടെ മുന്തിരി മക്കൾക്ക് അധികം ഇഷ്ടമല്ല. നമ്മൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പായസത്തിലായാലും എന്തിലായാലും മുന്തിരി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പെറുക്കിയിട്ട് പുറത്തേക്ക് കളയും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഇടാതിരിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുന്തിരി ഇട്ടിട്ടില്ല കേട്ടോ. മുന്തിരി ഇഷ്ടമുള്ളവരൊക്കെ മുന്തിരി ഇട്ട് കൊടുക്കുക. ബദാം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. നമുക്ക് പിന്നെ കടലയാണ് നമ്മളെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് കൊടുക്കട്ടെ. ഒന്ന് ക്രഷ് ചെയ്ത് കാണ്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് നല്ലോണം വാടി വന്നതിന് ശേഷം ഒരു തേങ്ങൻ്റെ പകുതി, ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 2 പഴമൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു മുറി തേങ്ങൻ്റെ 3/4 ഭാഗം എടുത്താൽ മതി കേട്ടോ. ഒരുപാടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ടാവും. എന്നിട്ട് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റണ മാതിരി ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ തേങ്ങയിലുണ്ടാവുമല്ലോ വെള്ളം, എന്നാലിട്ട് കളർ ഇങ്ങോട്ട് ഒരുപാട് ഇങ്ങോട്ട് ചേഞ്ച് ആവുമൊന്നും വേണ്ട. ആ തേങ്ങയത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയാൽ മതി കേട്ടോ. 1-2 മിനിറ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. അതിന് ശേഷം ഞാൻ 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര മെൽറ്റ് ആവാനൊന്നും കാത്തു നിൽക്കണ്ട കേട്ടോ. ഒന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഈ ടൈമിൽ ഏലക്കായൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല ഏലക്കായൻ്റെ പൊടി, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇട്ട് കൊടുത്തോണ്ട്. പിന്നെ നമ്മളിത് ഉടച്ച് മാറ്റി വെച്ചിട്ടുള്ള പഴം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. നമ്മൾ ആ നെയ്യും തേങ്ങയും ഒക്കെ കൂടി ഒന്ന് മിക്സായിട്ട് നല്ലോണം ഒന്ന് നമ്മൾ എന്താ പറയുക പഴമൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന വരെ ഒന്ന് ഇങ്ങോട്ട് വഴറ്റിയെടുക്കണ്ട. 1-2 മിനിറ്റ് നല്ലോണം ഒന്ന് ആ നെയ്യിൽ കിടന്ന് ഒന്ന് മൂത്ത് വരണം. അത്രയും ചെയ്താൽ മതി. എന്നിട്ട് നമ്മളിതൊന്ന് തണുക്കാൻ വെക്കണം കേട്ടോ. നമ്മളിത് കൈകൊണ്ട് ചെറിയ തരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നും കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് ഇതേപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് തണുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറ്റുള്ളൂ. ചൂടോടെ ആണെന്നുണ്ടെങ്കിൽ കൈ പൊള്ളിപ്പോവും. ചൂടോടൊന്നും ആരും ചെയ്യരുത് കേട്ടോ. ഒന്ന് തണുത്ത് നമ്മളെ കയ്യിന് കുഴക്കാൻ പറ്റുന്ന അതിൻ്റെ ശേഷം ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതേമാതിരി ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ആക്കി കൊടുക്കാം കേട്ടോ. കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ അതേമാതിരി ബോളാക്കിയിട്ടോ നീളത്തിൽ സിലിണ്ടർ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇത് ആക്കിയെടുത്തിരിക്കുന്നത്. ഇതേ ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ നമ്മളിത് പൊട്ടി പോകുന്നില്ല കേട്ടോ. പിന്നെ ഇത് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ അപ്പോൾ ഇതാ ഞാൻ എല്ലതും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് ചെയ്തെടുത്തത്. നമ്മളൊരു കട്ട്ലറ്റൊക്കെ എത്ര കട്ടിയിലാണോ ഉണ്ടാവില്ല അതേ ഒരു കട്ടിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദ ഇട്ടിട്ട് ഒരു നുള്ളു ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുന്നത്. കട്ടൊന്നുമില്ല, അതൊന്ന് ചെയ്തെടുത്താൽ മതി. ഒരുപാട് വെള്ളം ഇങ്ങോട്ട് കൂടി പോകരുത് കേട്ടോ. നമുക്ക് പാകത്തിന് അതിലൊന്ന് മുക്കിയെടുക്കാൻ നമ്മളിതിങ്ങനെ കോട്ട് ചെയ്യുമ്പോൾ കോട്ട് ചെയ്ത് നിൽക്കണം. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസിലും പിന്നെ കോൺഫ്ലെക്സിലൊക്കെ കോട്ട് ചെയ്തിട്ട് എടുക്കുക. ഞാനിപ്പോൾ കോൺഫ്ലെക്സ് കയ്യിലുണ്ടായതുകൊണ്ട് കോൺഫ്ലെക്സിലാണ് ഇത് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. ബിസ്കൊക്കെ തെറിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന്
കൈ കൊണ്ട് നല്ലോണം ഒന്ന് പൊടിച്ച് കൊടുക്കണം കേട്ടോ. ഇതേമാതിരി തന്നെ നമ്മൾ അതിമ കോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിൽക്കൂല. അപ്പോൾ ഇതേമാതിരി കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് കോട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കോൺഫ്ലെക്സിന് വേണമെന്നില്ല, പിന്നെ ബ്രെഡ് ആയാലും മതി. ഒന്ന് പൊടിച്ചതിന് ശേഷം അതിൽ കോട്ട് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ. നമ്മുടെ കയ്യിൽ ഏതാണുള്ളത് സാധനം അത് വെച്ചിട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ ഇതേമാതിരി മൈദൻ്റെ മാവിലൊന്ന് മുക്കിയതിൻ്റെ ശേഷം ഈ കോൺഫ്ലെക്സിലും കൂടി ഒന്ന് മുക്കിയതിൻ്റെ ശേഷം ഒന്ന് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുക. ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് നിൽക്കണമായി തന്നെ നല്ലോണം കോട്ട് ചെയ്ത് നിൽക്കുകയൊക്കെ ചെയ്യട്ടത്. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിക്കാരം ഈ കോൺഫ്ലെക്സിൽ കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ഒക്കെ ആവുമല്ലോ. അപ്പോൾ കോൺഫ്ലെക്സ് കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടൊന്നും പൊരിച്ചെടുക്കുന്നില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും പൊരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ വെറുതെ നമ്മൾ എണ്ണ വേസ്റ്റാക്കി കളയണ്ടല്ലോ. അപ്പോൾ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യണ മാതിരി ചെയ്തെടുക്കണുള്ളൂ. ഒരുപാട് വേവിച്ചെടുക്കാനുള്ള ഐറ്റംസ് ഒന്നുമല്ലല്ലോ, ഒക്കെ വെന്ത സാധനങ്ങളല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ഒന്ന് അവിടെ ഉറച്ചതിന് ശേഷം ഒന്ന് എന്ത് കട്ലറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങനെ മറിച്ചിട്ട് കൊടുക്കരുത്. 1 മിനിറ്റ് 1.5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് ഇതേപോലെ തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് മൊരിയിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ ചാനൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ. അപ്പോൾ പുതിയ ഒരുപാട് കൂട്ടുകാർ നമുക്ക് വരുന്നുണ്ട്. എല്ലാ കൂട്ടുകാരോടും ഒരുപാട് സ്നേഹം മാത്രം. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെടുത്തും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിതാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകൊണ്ട് ഇത് മൊരിയിച്ചെടുക്കുന്നുണ്ട്. ഞാനിത് സ്പീഡ് കൂട്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇളക്കി മറിച്ചിക്കാണ്ട് എടുക്കണ്ട, ആക്കത്തിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് ഒരുപാട് എണ്ണ കുടിക്കൊന്നുമില്ല. ഞാൻ കുറച്ച് എണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിൽ ഒരുപാട് എണ്ണ ഞാൻ മുക്കി പൊരിക്കാൻ മാത്രമേ ഒഴിച്ചെടുത്തില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പൊരിച്ചെടുക്കാം കേട്ടോ. ഇത് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇതാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതേമാതിരി സിമ്പിളായിട്ടുള്ള ഒരുപാട് വീഡിയോ നമ്മളെ ചാനലിൽ മുൻപ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ വീഡിയോയ്ക്ക് നല്ല കമൻറ്റുകളൊക്കെ ഇടുക. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറാത്തിരൂർ.